കാലവർഷം പെയ്തു തുടങ്ങുമ്പോൾ സംസ്ഥാനത്തെ തോട്ടം തൊഴിലാളി ലയങ്ങൾ പുനർനിർമ്മിക്കുമെന്ന പ്രഖ്യാപനം ഇന്നും ജലരേഖയാണ്. തകർന്നു വീഴാറായ ലയങ്ങളിലെ തൊഴിലാളികളുടെ ജീവിതം ഏറെ അപകടാവസ്ഥയിലും. ലയങ്ങളുടെ നവീകരണത്തിന് ബജറ്റിൽ അനുവദിച്ച തുക ഇന്നും പ്രഖ്യാപനമായി തുടരുകയാണ്. ഇടുക്കി പീരുമേട് താലൂക്കിൽ പൂട്ടിപ്പോയ 4 തേയിലത്തോട്ടങ്ങളിലെ ലയങ്ങളാണ് തീർത്തും അപകടാവസ്ഥയിലുള്ളത്. ആണ്ടിലാണ് തോട്ടങ്ങൾ ഉപേക്ഷിച്ച് ഉടമകൾ മടങ്ങിയത്. എന്നാൽ ആനുകൂല്യങ്ങളും മറ്റും കാത്ത് തോട്ടം തൊഴിലാളികളും ബന്ധുക്കളും ഇന്നും പ്രതീക്ഷയോടെ കഴിയുന്നു. എവിടെയും വാരി കെട്ടിയിട്ട് എവിടെ പോകാനാ സാറേ? കാലിത് വീണും പൊടിച്ച് കാല് വെച്ചിട്ടുണ്ട്. പിള്ളേരെ രണ്ടും പഠിക്കുന്ന 9ഉം 7ഉം പഠിക്കുന്ന പിള്ളേരാ. എടുത്തിട്ട് എവിടെ ഓടാനാ? ഇതിനകത്ത് അത് പ്ലാസ്റ്റിക് വലിച്ചു കെട്ടിയിട്ടുണ്ട്, കുറച്ച് മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒരു പിള്ളേർ കിട്ടുവാണെങ്കിൽ വലിച്ചിടും. സുപ്രീം കോടതിയിൽ കേസ് തുടരവേ ആനുകൂല്യങ്ങൾക്കായി കാത്തിരുന്ന പല തോട്ടം തൊഴിലാളികളും മൺമറഞ്ഞു. മരിച്ചുപോയി ഒത്തിരി പേരും ഉണ്ട് സാറേ. ഒത്തിരി പേര് പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച കൂടെ ഞങ്ങളുടെ കൂടെ പണി ചെയ്ത് ഇത് എൻ്റെ കൊച്ചിൻ്റെ അടുത്ത അയൽവക്കത്തിൽ പൈസ 5 പൈസ മേടിക്കാതെ കാട്ടിപ്പോയ ആളാണ്. തിരിച്ച് വീട്ടിൽ പോയില്ല കഴിഞ്ഞ വ്യാഴാഴ്ച. ഇതുപോലെ ഒത്തിരി പേര് മരിച്ചുപോയി. ഇക്കാലത്തെ മഴയെ താങ്ങാനാകാതെ ലയങ്ങളൊക്കെയും നിലംപൊത്താറായ അവസ്ഥ. ചോർച്ച ഒഴിവാക്കാൻ പടുതവിരി മേൽക്കൂരയാക്കിയും പാത്രങ്ങൾ നിലത്ത് നിരത്തിയും പഴയ തോട്ടം തൊഴിലാളികൾ ഉറക്കമൊഴിയുകയാണ്. മഴ വന്നാൽ തീർന്ന് പാത്രമെല്ലാം പിറക്കി അടുക്കി വയ്ക്കണം, അടുക്കള വയ്ക്കണം. അടുപ്പിൻ്റെ പുറത്ത് പാത്രം വെച്ചിട്ട് വേണം ഞങ്ങൾ കിടന്ന് ഉറങ്ങാൻ. അടഞ്ഞുകിടക്കുന്ന തോട്ടങ്ങളിലെ അടിയന്തരമായി അറ്റകുറ്റപ്പണി നടത്തേണ്ട ലയങ്ങളുടെ പട്ടിക തയ്യാറാക്കാൻ കഴിഞ്ഞ വർഷം തൊഴിൽ വകുപ്പ് നിർദ്ദേശം നൽകിയിരുന്നു. ഇത് നിർദ്ദേശമായി ഇന്നും തുടരുകയാണ്. പെട്ടിമുടി ദുരന്തത്തിന്റെയും 2021 കോഴിക്കാനത്ത് ലയം തകർന്ന് തൊഴിലാളി സ്ത്രീ മരിക്കുകയും ചെയ്തതിനെ തുടർന്ന് ലയങ്ങൾ നവീകരിക്കാൻ സംസ്ഥാന ബജറ്റിൽ 20 കോടി രൂപ സർക്കാർ അനുവദിച്ചിരുന്നു. ജില്ലാ നിർമ്മിതി കേന്ദ്രം നവീകരണം ആവശ്യമായ ലയങ്ങളുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയെങ്കിലും പിന്നീട് നടപടികൾ ഇഴയുകയാണ്. ദുരിത ജീവിതം വിവരിച്ച് തൊഴിലാളികൾ മടുത്തു. ഞങ്ങൾ താമസിക്കുന്ന വീട് നോക്കി മഴ വീണാൽ മൊത്തം വെള്ളം വീണ്ടാത്ത പണിയുമില്ല, ഒന്നുമില്ല. ഒരു പർദ്ദ മേടിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ 30,000 രൂപ വേണം. പീരുമേട് മേഖലയിലെ അടഞ്ഞുകിടക്കുന്ന തോട്ടങ്ങളിലെ തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങളിൽ ഭൂരിഭാഗവും തൊഴുത്തിന് സമാനമാണ്. ബജറ്റിൽ തുക അനുവദിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ 1/4 നൂറ്റാണ്ടായി 1 രൂപ പോലും തോട്ടം തൊഴിലാളികൾക്ക് ലഭിച്ചിട്ടില്ല. മാനം കറുക്കുമ്പോൾ തൊഴിലാളികളുടെ മനസ്സിൽ ഭീതി ഉരുണ്ടുകൂടുകയാണ്. ക്യാമറമാൻ MN നിതീഷിനൊപ്പം ആൽവിൻ തോമസ്, ന്യൂസ് മലയാളം, ഇടുക്കി.